നമസ്കാരം, ഞാൻ ജയന്താണ്. പാർട്ട്നേഴ്സ് ഓരോ ആഴ്ചയും നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഓരോരോ ബോംബ് ചിത്രങ്ങൾ ഇറക്കുന്ന ആഴ്ച. അതേ ആഴ്ചയാവും ഈ ആഴ്ച എന്ന് വിചാരിച്ച് കയറി കണ്ടൊരു ചിത്രമാണ്. പക്ഷേ എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് നാൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു മൂവി, അത് അധികം ഒരു മൂവി നമുക്ക് അധികം കുറ്റമൊന്നും പറയാൻ പറ്റാത്ത രീതിക്ക് നല്ല രീതിക്കൊരു അഭിനയം ആണ്. അഭിനയവും അതിൻ്റെ കഥയും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഒരു നല്ല ചിത്രം ആണ് ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ മൂവി. എന്തായാലും ഈ ഒരു ചിത്രം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒരു ത്രില്ലിൽ കാണാൻ പറ്റും. ഒരു വലിയ ത്രില്ലൊന്നുമല്ല, ഒരു ചെറിയ രീതിക്ക് ഒരു ത്രില്ലിൽ ഇരുന്ന് കാണാൻ പറ്റും. ഒരു ലോജിക്കും ഇല്ലാത്ത രീതിക്കുള്ളൊരു കഥയാണ്. ഒരു അന്യ സംസ്ഥാനത്ത്, ഉടുപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ബാങ്ക് തുടങ്ങാൻ പോകുന്നു. പക്ഷേ ആ ബാങ്ക് അവർ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഫേക്ക് ഒരു ബാങ്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുത്തെ ആൾക്കാരുടെ പണവും കാര്യങ്ങളെല്ലാം അവർ കൈക്കലാക്കുന്നു. അതുകൊണ്ട് മുങ്ങാൻ പോകുന്നു. പക്ഷേ ആ ബാങ്കിൽ ജോലിക്ക് നിൽക്കുന്നത് പല പല ക്രൈമുകൾ ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികളാണ്. ആ ഒരു ബാങ്ക് റോബറിക്ക് വേണ്ടി ഒരാൾ യൂസ് ചെയ്യുന്നു. അതുമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവി ചർച്ച ചെയ്യുന്നത്. എന്തായാലും അവസാനമൊക്കെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള ഒരു ട്വിസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. ദേവകി രാജേന്ദ്രൻ, ശ്രീകാന്ത് മുരളി, ചിത്ര നായർ, കലാഭവൻ ഷാജോൺ, തേജദാസ്, അലക്സാണ്ടർ പ്രശാന്ത്, രാഹുൽ രാജഗോപാൽ, ഡിസ്നി ജെയിംസ്, സഞ്ജു ശിവറാം, അനീഷ് ഗോപാൽ, ഇതേപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. എന്തായാലും ഒരു പ്രാവശ്യം നമുക്ക് കണ്ടിരിക്കാം. നമുക്ക് ഇങ്ങനെ വലിയ പോറൊന്നും ഇല്ലാതെ ചെറിയ രീതിക്ക് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രം. അല്ലാതെ പ്രത്യേകിച്ചൊരു വലിയ കാര്യങ്ങളൊന്നുമില്ല. പഴയതുപോലെ തന്നെ എന്തായാലും ധ്യാൻ ബിസിനസ് മൈൻഡിൽ ചെയ്തേക്കുന്ന ഒരു ചിത്രം. പക്ഷേ എന്തോ സ്ക്രിപ്റ്റ് ഒത്തിക്കൂടെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞാടും പിന്നെ ഈ ഇടയ്ക്ക് ഒരു കട്ടുറുമ്പ് എന്ന് സ്വർഗരാജ്യത്തെ കട്ടുറുമ്പ് എന്നൊക്കെ പറഞ്ഞൊരു മൂവി ഇറങ്ങി. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് കണ്ട് ഒരു അധികം ബോറടിക്കാതെ ലാഗൊന്നും ഇല്ലാതെ നമുക്ക് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ളൊരു നല്ല ചിത്രം.